എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും തീർത്ത് സലാമത്തിന്റെ വഴികൾ തുറന്നു തരണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് പള്ളിക്ക് ചുറ്റും മന്തി ഉറങ്ങുന്നവർ, എല്ലാവർക്കും നീ ഫിർദൗസിന്റെ വാതിലുകൾ തുറക്കണമേ റബ്ബേ. അവരോടൊപ്പം നമ്മെയും നാളെ സ്വർഗത്തിൽ നീ ഒന്നിപ്പിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, ഒരു പുതിയ വർഷവും കൂടി നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സാകുന്ന പുസ്തകത്തിൽ നിന്ന് ഒരു ഇതളുകൾ കൂടി, ഒരു പേജ് കൂടി മറിക്കപ്പെട്ട് കഴിഞ്ഞു. കാലമാകുന്ന വൃക്ഷത്തിൽ നിന്ന് ആയുസ്സാകുന്ന ഒരില കൂടി പൊഴിയപ്പെട്ടു എന്നർത്ഥം. പുതുവർഷമെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കുവാനുള്ളതല്ല, ചിന്തിക്കുവാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ആളാവാനുമുള്ള ഒരു പ്രചോദനമാണ് നമുക്ക് നൽകേണ്ടത്. ഓരോ മുഹറം മാസവും കടന്നു വരുമ്പോഴും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹാസംഭവമായ ഹിജ്റയുടെ ഓർമ്മകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്ക വിട്ട് മദീനയിലേക്ക് പോയി എന്നതൊരു ഹിജ്റയുടെ പ്രായോഗികമായിട്ടുള്ള ഒരു രീതിയും ഒരു രൂപവുമാണ്. സത്യത്തിൽ എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ, ഹിജ്റയുടെ ആന്തരിക അർത്ഥം എന്താണ്? ഹിജ്റ എന്ന് പറഞ്ഞാൽ അറബ് ഭാഷ പഠിച്ചവർക്കറിയാം, ആ പദത്തിനർത്ഥം വെടിയുക, ത്യജിക്കുക എന്നതാണ്. ആർക്ക് വേണ്ടി ത്യജിക്കുക? സർവശക്തനായ അല്ലാഹുവിന് വേണ്ടി ത്യജിക്കുക. എന്ത് ത്യജിക്കുക? സർവസ്വം ത്യജിക്കുക. സമ്പത്തും സന്താനങ്ങളും നാടും ജീവനും ത്യജിക്കുക. ഇതാണ് ഹിജ്റ. ആ ഹിജ്റ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ ഹിജ്റയുടെ അന്തസത്ത ഇന്നും ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വന്തം അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കാര്യത്തിൽ നിന്ന് മാറി നിൽക്കലാണ് അത് സ്വന്തത്തോടുള്ള ഹിജ്റയാണ്. നമ്മുടെ വീട്ടിൽ ഹിജ്റ നടക്കുന്നുണ്ട്. വീട്ടിൽ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോ ആ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കൽ ഹിജ്റയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഹിജ്റയുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ അധർമ്മങ്ങൾ നടമാടുമ്പോൾ ആ അധർമ്മത്തോട് നോ പറയുകയും ആ അധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഒറ്റപ്പെട്ടു നിൽക്കുക, വ്യതിരക്തനാവുക, മാറി നിൽക്കുക, ഇതാണ് ഹിജ്റ. അള്ളാഹ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കുക എന്ന വലിയ ആശയത്തെയാണ് ഹിജ്റ ലോകത്ത് സമർപ്പിച്ചിട്ടുള്ളത്. അതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടു പോകുമ്പോ അവിടുന്ന് പറഞ്ഞ വാക്കുകൾ ചരിത്രകാരന്മാർ അത്ഭുതത്തോടുകൂടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട മക്ക, ഈ മക്കയോട് ഞാൻ വിട പറയുകയാണ്. നോക്കൂ, ആ വാചകം തന്നെ. തന്റെ ഇഷ്ടപ്പെട്ട നാടിന് വെടിയുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി വെടിയുന്നു. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട നാട് വെടിയുന്നതിനാണ് ഹിജ്റ. നോക്കൂ, അർദ്ധരാത്രി ലോകനായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിന്റെ കവാടത്തിൽ പോയി മുട്ടുകയാണ് റളിയല്ലാഹു അൻഹു. ഏകനായിട്ട് ഹിജ്റ പോകേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രി സിദ്ദീഖിന്റെ കവാടത്തിൽ പോയി മുട്ടിയിട്ട് ചോദിക്കുന്ന, സുഹ്ബ, എന്റെ കൂടെ ഹിജ്റ പോരണോ സിദ്ദീഖേ റളിയല്ലാഹു അൻഹു? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർനിമേഷനായി, വികാരാധീനനായി, അവിടുത്തെ കണ്ണുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങി, സജരങ്ങളായിട്ട് ഒലിച്ചിറങ്ങി, താടി രോമങ്ങൾ നനഞ്ഞു. എന്തിനു വേണ്ടി നനഞ്ഞു? അവിടുന്ന് പറഞ്ഞ അബൂ ഖുഹാഫയുടെ മകന്റെ ഭാഗ്യമോർത്തുകൊണ്ട് അവിടുത്തെ താടി രോമങ്ങൾ നനഞ്ഞുവെങ്കിൽ നാം മനസ്സിൽ ചിന്തിക്കുക, നമ്മൾ എന്തിനു വേണ്ടി ആഹ്ലാദത്തിന്റെ കണ്ണുനീരായിരുന്നു അത്. എന്താണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് പറഞ്ഞത്? അങ്ങേക്ക് സമ്പത്ത് തരാമെന്നല്ല, അങ്ങേക്ക് ഒരുപാട് സൗകര്യങ്ങൾ തരാമെന്നല്ല. സിദ്ദീഖേ റളിയല്ലാഹു അൻഹു,
അങ്ങയുടെ സമ്പത്തും അങ്ങയുടെ സന്താനങ്ങളെയും അങ്ങിതുവരെ ഉണ്ടാക്കി മുഴുവൻ സമ്പത്തും വിട്ടുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കി എന്റെ കൂടെ പോരാൻ ഒരുക്കമാണോ എന്നാണ് ചോദിച്ചത്. അത് കേട്ടപ്പോഴാണ് സന്തോഷാധിക്യത്താൽ ആ കണ്ണുകൾ ഒലിച്ചിറങ്ങിയതെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി സകലം ത്യജിക്കാൻ സിദ്ദീഖ് കാണിച്ച റളിയല്ലാഹു അൻഹു ആ ത്യാഗത്തിൽ ലോകത്ത് ഏത് അളവുകോൽ കൊണ്ട് പരിശോധിച്ചാലും തിട്ടപ്പെടുത്താൻ കഴിയില്ല. എല്ലാം ത്യജിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ വിശ്വാസിയുടെ ഈമാൻ തുലാത്തിന്റെ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ തുലാത്തിന്റെ മറുതട്ടിലും വെച്ചാൽ ലറജഹ ഈമാനു അബൂബക്കറിൻ, അബൂബക്കറിന്റെ ഈമാനാണ് ഘനം തൂങ്ങുക. എന്താണ് ഘനം തൂങ്ങാൻ കാരണം? അള്ളാഹ്ക്ക് വേണ്ടി ഒരു സെക്കൻഡ് കൊണ്ട് ഫഖീറാവാൻ സന്നദ്ധനായി സമ്പൂർണ്ണ സമർപ്പിത മനസ്സിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. സമ്പൂർണമായി സമർപ്പിക്കുക. അതാണ് മുഹാജിരീങ്ങൾ. മഹാനായ സുഹൈബ് റളിയല്ലാഹുവിന്റെ കഥ നമ്മൾക്കറിയില്ലേ? ആ സുഹൈബ് റളിയല്ലാഹുവിന്റെ മക്കയിലെ വലിയ രത്നക്കച്ചവടക്കാരനായിരുന്നു, ശതകോടീശ്വരനായിരുന്നു. ആ സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ശത്രുക്കൾ സുഹൈബിനെ ബന്ധസ്ഥനാക്കിയിട്ട് പറഞ്ഞു, സുഹൈബേ, നിനക്ക് മുസ്ലിമായി മക്കയിൽ വേണമെങ്കിൽ ജീവിക്കാം, ഒരിക്കലും ഹിജ്റ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളിയല്ലാഹു അൻഹു ആകാശത്തിരുന്ന് ജിബ്രീൽ ചിറകടിച്ച് പറന്നു വന്ന ഒരു സഹാബിയാണത്. ഈ സഹാബിയെ പുകഴ്ത്താൻ വാനലോകത്തുനിന്ന് ജിബ്രീൽ ചിറകടിച്ച് പറന്നു വന്നിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഹിജ്റ പോയേ മതിയാവൂ എന്ന്. അപ്പോൾ ഖുറൈശികൾ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു, എന്നാൽ നീ പുരുഷായുസ് മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കി മുഴുവൻ ഞങ്ങൾക്ക് തരണം, നിന്റെ സമ്പത്ത് മുഴുവൻ ഞങ്ങൾക്ക് തന്നാലേ, ഞങ്ങൾ ഏൽപ്പിച്ചാലേ, ഞങ്ങൾക്ക് സമർപ്പിച്ചാലേ നിന്നെ ഹിജ്റക്ക് ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ. ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ല. വലിയ രത്നക്കച്ചവടക്കാരനായ മക്ക കണ്ട വലിയ ധനാഢ്യൻ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഫഖീറായി പോവുകയാണ്. എല്ലാം അങ്ങ് തിരിച്ചു കൊടുത്ത് മദീനയിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്ത് വികാരനിർഭരമായ ചരിത്രമാണത്! ആ വികാരനിർഭരമായ ആശ്ചര്യഭരിതമായിട്ടുള്ള അവസ്ഥ കൊണ്ട് വാനലോകത്തുനിന്ന് ജിബ്രീൽ ഇറങ്ങി വന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളിലുണ്ട് അള്ളാഹുവിന്റെ ഹബീബും മസ്ജിദുൻ നബവിയിൽ കാത്തിനിന്നു സ്വീകരിക്കാൻ. അങ്ങനെയാണ് സുഹൈബ് എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്ക കണ്ട ധനാഢ്യൻ, മക്ക കണ്ട വലിയ പണക്കാരൻ വരികയാണ്. ഒട്ടിയ വയറുമായിട്ട് ശൂന്യമായ കൈകളുമായി വിറയാർന്ന കാലുകളുമായി മസ്ജിദുൻ നബവിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോ, ആ വലിയ ധനാഢ്യന്റെ വരവ് കണ്ടപ്പോ, ആ വിറയാർന്ന കാലുകളുമായി ഒട്ടിയ വയറുമായി കടന്നു വന്നപ്പോ, ആ വരവ് കണ്ടപ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പി കരഞ്ഞു. അള്ളാഹ്ക്ക് വേണ്ടി സെക്കൻഡ് സമയം കൊണ്ട് ഒരു ഫഖീറായ മനുഷ്യൻ ഇങ്ങനെ കയറി വരികയാണ്. പുണ്യ നബി പറഞ്ഞു, വലിയ ലാഭക്കാരനിതാ കടന്നു വരുന്നേ. പരിശുദ്ധ നബിയുടെ അതരങ്ങൾ മൊഴിഞ്ഞു. അവിടുത്തെ അതരങ്ങളിൽ നിന്ന് മൊഴിഞ്ഞ വാക്കുകൾ എത്ര മനോഹരമാണ്! ഇതാ വലിയ ലാഭക്കാരൻ നമ്മിലേക്ക് കടന്നു വരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനാണ്, പക്ഷേ ആ മനുഷ്യൻ വലിയ ലാഭം കൊയ്തു. എന്താണ് ആ ലാഭം? അള്ളാഹുവിന്റെ പൊരുത്തം. അള്ളാന്റെ പൊരുത്തമാണ് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു നേടിയതെങ്കിൽ അതാണ് മുഹാജിറിന്റെ മക്കക്കാരുടെ സ്റ്റാറ്റസ്. എന്നാൽ മദീനക്കാരോ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു. എന്താണ് ഹിജ്റയുടെ ആന്തരാർത്ഥം? നമ്മൾ ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്. മദീനക്കാർ പകുത്തു നൽകി, എല്ലാം പകുത്തു നൽകി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുഹാജിരീങ്ങളും കടന്നു വരുമ്പോ ഓരോ അൻസാരികളെ വിളിച്ചിട്ട് പറയും, ഇദ്ദേഹത്തിന് നിങ്ങളുടെ മദറിന്റെ പകുതി ഇദ്ദേഹത്തിന് കൊടുക്കുക. മദീനക്കാർക്ക് ഒരു വൈമനസ്സുണ്ടായില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ്.
അങ്ങനെ ഇരിക്കെയാണ് മസ്ജിദുൻ നബവിൽ അവിടെ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കെ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ് അവിടുത്തെ പ്രഭാഷണം. അപ്പോഴാണ് മക്കയിലെ വലിയ ധനാഢ്യനായ ഇബ്നു ഔഫ് സദസ്സിലേക്ക് കടന്നു വരുന്നത്. ഇബ്നു ഔഫ് എല്ലാം അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ മുഖത്തേക്ക് നോക്കി സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ സഹാബിയാണ് റളിയല്ലാഹു അൻഹു. ആ സഹാബി വന്നപ്പോ മുആദ് ഇബ്നു ജബൽ എന്ന റളിയല്ലാഹു അൻഹു അൻസാരി സഹാബി വിളിച്ചുകൊണ്ട് പറഞ്ഞു, മുആദ് ഇബ്നു ജബലേ, ഇബ്നു ഔഫിനെ കൊണ്ടുപോകൂ, ഇബ്നു ഔഫിന് നിന്റെ മുതലിന്റെ പകുതി കൊടുത്തുവോ എന്ന്. ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം ഒഴിപ്പിക്കാൻ മുഴുവൻ കേൾക്കാൻ മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങൾക്ക് ക്ഷമയുണ്ടായില്ല. എന്തൊരു മനോഹരമാണ് ഈ ചരിത്രം. മഹാനായ ഇബ്നു ഔഫ് തങ്ങളെ പള്ളിയുടെ സൈഡിലേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് മഹാനായ ഇബ്നു ഔഫിന്റെ തോളത്ത് തട്ടി മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, അന്ത സാഹിബുൽ ഹള്, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്. അതഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയോ, ഞാൻ ആരാണ് നിങ്ങൾക്കറിയോ, ഞാൻ ആരാണ് നിങ്ങൾക്കറിയുമോ? ഞാൻ മദീനക്കാർ അൻസാരികൾ ഏറ്റവും വലിയ ധനാഢ്യനാണ് ഞാൻ, വലിയ സമ്പന്നനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മുതലിന്റെ പകുതി എനിക്കും നിങ്ങൾക്ക് ഞാൻ ഇതാ വീതം ചെയ്തു തന്നിരിക്കും. കോടീശ്വരനായ ഒരു മനുഷ്യൻ പറയാം. മഹാനായ ഇബ്നു ഔഫും മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹും പരിശുദ്ധ നബിയുടെ പ്രസംഗം കേൾക്കാൻ വീണ്ടും പോയി. പ്രസംഗം കേൾക്കാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും മഹാനായ ഇബ്നു ഔഫ് തങ്ങൾ റളിയല്ലാഹു അൻഹുവിനെ മുആദ് ഇബ്നു ജബൽ തങ്ങൾ തിരിച്ചു വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യയുണ്ടോ, നിങ്ങൾ ഭാര്യയുമായിട്ടാണോ ഹിജ്റ വന്നത്? മഹാനായ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഇല്ല, ഞാൻ ഭാര്യയെ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹിജ്റ വന്നത്. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ എനിക്ക് 2 ഭാര്യയുണ്ട്. ഇഷ്ടമുള്ള നിങ്ങൾക്ക് 2 ഭാര്യയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടമുള്ള ഭാര്യ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലി അങ്ങേക്ക് വിവാഹത്തിന് ഒരുക്കി തരാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞപ്പോ ഇബ്നു ഔഫ് മുഴുവൻ കരഞ്ഞു. ആ മദീനയിലെ മസ്ജിദുൻ നബവിയിലെ വികാര നിർഭരമായ ലോക ചരിത്രത്തിലെ ഈ സംഭവം കേട്ടുകൊണ്ട് പരിശുദ്ധ നബിയും സ്വഹാബത്തും വിങ്ങി പൊട്ടി കരഞ്ഞു. എന്ത് ത്യാഗനിർഭരമാണ്! ഈ ത്യാഗനിർഭരതയെ അളക്കാൻ ലോകത്ത് ഏതളവ് പോലും കൊണ്ട് സാധിക്കും. നോക്കൂ, നിങ്ങൾ സോഷ്യലിസത്തെ കുറിച്ച് പറയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. സോഷ്യലിസത്തെ കുറിച്ച് പറയുന്നവർ ഇത്ര മനോഹരമായി എല്ലാം പകുത്തു നൽകിയ ഇൻക്രെഡിബിൾ ഹിസ്റ്ററിയാണത്. ലോകത്തെ അവിശ്വസനീയമായ ചരിത്രമാണത്. സമാനതകളില്ലാത്ത ചരിത്രമാണത്. സ്വന്തം ഭാര്യയെ പോലും പകുത്തു കൊടുത്തതാണ് ഹിജ്റ. അല്ലാഹുവിന് വേണ്ടി പകുത്തു കൊടുത്തെങ്കിൽ ആ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചരിത്രം അല്ലാഹു പകുത്തു കൊടുത്തപ്പോ അല്ലാഹു ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചതിന്റെ കൂടെ ചരിത്രമാണ്. ആ മഹാനായ പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുയായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ് ആ സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പാദങ്ങളിൽ അല്പഭാഗം ഊന്നിയിട്ട് ഇങ്ങനെ നടക്കുന്നത് ശരിക്കും നടക്കുന്നില്ല. തന്റെ കാൽപാദങ്ങൾ മുഴുവൻ താഴെ വെക്കാതെ അല്പഭാഗം ഊന്നിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചലന നിശ്ചലനങ്ങളെ, ശബ്ദ നിശബ്ദതകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങെന്തിനാണ് പാദങ്ങൾ മുഴുവൻ താഴെ വെക്കാതെ പാദത്തിന്റെ അല്പഭാഗം മാത്രം ഊന്നി നടക്കാൻ എന്താണ് കാരണമെന്ന്? അപ്പോഴാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷവൃത്താന്തം അറിയിച്ചത്. പ്രിയപ്പെട്ട സ്വഹാബത്തെ, സഅദിന്റെ ജനാസ അനുഗമിക്കാൻ വാനലോകത്തിൽ നിന്ന് 70,000 മലക്കുകളെയാണ് അല്ലാഹു പറഞ്ഞയച്ചിട്ടുള്ളത്. ആ 70,000 മലക്കുകളാണ് സഅദിന്റെ ജനാസ അനുഗമിച്ചത് എന്ന് 63 വർഷം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഖ്ബിറെ അസ്സാദിഖുൽ വഅദുൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ ചരിത്രം പഠിക്കുന്നത്?
അള്ളാഹ്ക്ക് വേണ്ടി സഅദ് വഖ്ത് നൽകിയപ്പോൾ റളിയല്ലാഹു അൻഹു അള്ളാഹു ചേർത്ത് വെച്ചു. അതാണ് സന്ദേശം, അതാണ് ഹിജ്റ, അതാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അഹബ്ബ ലില്ലാഹ് വമൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. 4 കാര്യങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളെ ഈമാൻ പൂർത്തീകരിച്ചു എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടൂ, അല്ലാഹുവിന് വേണ്ടി വെറുക്കൂ, അല്ലാഹുവിന് വേണ്ടി കൊടുക്കൂ, അല്ലാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ അർത്ഥത്തിൽ അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുക. സഅദ് റളിയല്ലാഹു അൻഹു പോയപ്പോ മലക്കുകൾ അകമ്പടി സേവിച്ച പോലെ നമുക്കും നമ്മൾ ഇന്നലെ നടന്നു വന്ന വഴികളിലൂടെ വിലാപയാത്രയായിട്ട് വരുമ്പോൾ ആയിരക്കണക്കിന് മലക്കുകൾ അകമ്പടി സേവിച്ച് തിരിച്ചു പോരേണ്ടതുണ്ട്. അതിന് നമ്മൾ ജീവിതത്തെ അല്ലാഹുവിലേക്ക് ഹിജ്റ പോവുക. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് മുഹറം 9ഉം 10ഉം ഏറ്റവും പ്രധാനമാണ്.